ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല നാടൻ കപ്പപ്പുട്ട് മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കാം. കപ്പ മാത്രം മതി, നല്ല പഞ്ഞി പോലത്തെ പുട്ട് തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. 1/2 കിലോ വരുന്ന കപ്പ തോല് കളഞ്ഞെടുക്കാം. നീളൻ കപ്പ എടുക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇതിനെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. നടുക്കുള്ള വേരൊന്ന് കളയാം, ബാക്കി ഗ്രേറ്റ് ചെയ്യുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി. ഇനി നന്നായി കഴുകിയെടുക്കാം. ശേഷം ഒരു ഗ്രേറ്ററിൽ നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് കൈകൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ ഉരുളകളാക്കി ഒന്ന് പിഴിഞ്ഞെടുക്കാം. കപ്പയിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. കപ്പയിലെ ഊറ്റുണ്ടാകും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കുമ്പോൾ ചെറിയ കയ്പ്പ് രുചി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. ഉപ്പിട്ടത് കൊണ്ട് പെട്ടെന്ന് വെള്ളം ഊറി വരികയും കൂടെ ചെയ്യും. ഇനി പിഴിഞ്ഞ് വെച്ചതെല്ലാം കൂടി ഒന്ന് ഇളക്കി കട്ടയൊക്കെ മാറ്റി കൊടുക്കാം. ശേഷം 1/2 കപ്പ് അരിപ്പൊടി കൊടുക്കാം. കുറേശ്ശെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ആദ്യം ഞാനൊരു 1/4 ഭാഗം ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷമാണ് ബാക്കിയൂടെ ചേർത്ത് കൊടുക്കുന്നത്. പുട്ടിൽ വെള്ളം ഒന്നും ചേർക്കണ്ട, ഒരു ചെറിയ നനവുണ്ട്, അത്രയും മതിയാകും. പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ലേശം വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുത്ത് ഇളക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഒരല്പം പോലും വെള്ളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി ചേർക്കാതെ കപ്പ തന്നെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് പുട്ട് കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലേശം അരിപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി പരുവമായി കഴിയുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കപ്പ പുട്ടിനാവശ്യമായ മാവ് നനയ്ക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയത് കൂടി ആവശ്യമായിട്ടുണ്ട്. ശേഷം പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുക്കാം. ഞാനിവിടെ ചിരട്ടപ്പുട്ട് പോലെയാണ് വേവിക്കുന്നത്. നീളൻ കുറ്റിയിൽ ഇങ്ങനെ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ആദ്യം തേങ്ങ ഇട്ടതിന് ശേഷം പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരിക്കലും പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല. നോർമലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ വീണ്ടും തേങ്ങ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വളരെ രുചികരമായ പുട്ടാണ്. കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും മുരിങ്ങയില അരിഞ്ഞതും ഒക്കെ തേങ്ങയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി ഇട്ട് കൊടുത്ത് പുട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ രുചിയോടെ തയ്യാറാക്കാൻ പറ്റിയ കപ്പപ്പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. അതുവരെ ബായ്.